പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് നവമി. രാവിലെ മുതൽ നവമി വി.ഡി. സതീശന്റെ വീട്ടിലുണ്ട്. രാവിലെ ഏതാണ്ട് 7:15 കൂടിയാണ് അവിടെ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇപ്പോൾ പ്രവർത്തകരുടെ, നേതാക്കളുടെ, അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെ ആവേശം 10 മടങ്ങായിട്ടുണ്ടാകാം. എങ്ങനെയാണ് വി.ഡി. മുഖ്യമന്ത്രിയായത്? ദേശം, ആ പ്രദേശം ആഘോഷിച്ചത്? രഞ്ജിത്ത്, എന്തായാലും ദേശത്ത് നിന്ന് അദ്ദേഹം മടങ്ങിയതോടുകൂടി പ്രവർത്തകരെല്ലാം നഗരത്തിലേക്ക് ഇറങ്ങി. പറവൂർ വലിയ ആഘോഷമായിരുന്നു. വി.ഡി. സതീശന്റെ മണ്ഡലമായ പറവൂർ ആഘോഷം. എറണാകുളത്ത് DCCയുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷം. അദ്ദേഹത്തിന്റെ കുടുംബ വീട് നെട്ടൂരിലും ആഘോഷമായിരുന്നു. പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമൊക്കെയാണ് അവരുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം DCCയിലാണ്. ഇവിടെ നേരത്തെ ഹൈബിയുടെ ഉണ്ടായിരുന്നു, മേയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം പ്രവർത്തകരുണ്ട്. ഇവർ വൈകുന്നേരം 4 മണിക്കാണ് ഗംഭീര ഒരു പ്രകടനം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന, ഞാനൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞങ്ങളെല്ലാം അടക്കം ഞങ്ങളെപ്പോലുള്ള നിരവധി വരുന്ന പ്രവർത്തകർക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സമരങ്ങൾ ഈ സർക്കാരിനെതിരെ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ നിരവധി സമരങ്ങൾ നയിച്ചപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ പട്ടിയെ തല്ലുന്നത് കൂട്ട് കേരളത്തിലെ പോലീസ് തല്ലിച്ചതച്ചപ്പോഴെല്ലാം ഞങ്ങൾക്കെല്ലാം മനസ്സിന് ധൈര്യം നിന്ന്, ആത്മധൈര്യം നിന്ന് ഞങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിയ നേതാവാണ് വി.ഡി. സതീശൻ. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിലപാടുകളുടെ രാജകുമാരൻ തന്നെയാണ്. വളരെ കൃത്യമായി തന്നെ ഈ ഇലക്ഷൻ നടന്നപ്പോൾ ആകെ ഒരു നേതാവാണ് വളരെ കൃത്യമായി തന്നെ 100+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 102 സീറ്റ് നേടി. അതേപോലെ തന്നെ 12ഓളം മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് തന്നെ ആ പ്രവചനം നടന്നു. അതേപോലെ തന്നെ 63 എന്ന മിഷൻ 61 MLA വളരെ കൃത്യമായി എത്തിച്ചു. അതേപോലെ തന്നെ ഇന്ന് കേരള ജനത മുഴുവൻ ഇനി കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇന്ന് ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ആവേശം തന്നെയാണ് ഇന്ന് DCCയിലുള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം പറയണം, ഞങ്ങൾക്കെല്ലാം അടുത്ത ദിവസം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വടശ്ശേരി ദാമോദരൻ വി.ഡി. സതീശൻ എന്ന് പറയുന്ന വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ച, ആ കാഴ്ച കാണുവാൻ വേണ്ടിയിട്ട് ഞാനടക്കമുള്ള ഇവിടെയുള്ള കേരളത്തിലെ നിരവധി വരുന്ന പ്രവർത്തകർ ഇന്ന് വളരെ ആവേശത്തിലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി VDS എന്ന വി.ഡി. സതീശൻ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരള മുഖ്യ നേതാവേ, ജനകീയ മുഖ്യ നേതാവേ. വലിയ മുദ്രാവാക്യങ്ങളോടുകൂടി തന്നെയാണ് അവർ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത്. വലിയൊരു വിവാദങ്ങളുണ്ടായി, ചർച്ചകളുണ്ടായി. വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു വി.ഡി. സതീശൻ ആകുമോ മുഖ്യമന്ത്രി എന്നുള്ളത്. അവസാന ഘട്ടം വരെ നിങ്ങൾ പ്രവർത്തകർ വരെ ആശങ്കയിലായിരുന്നു. ആ ആശങ്കകളെല്ലാം മാറ്റിയിരിക്കുകയാണ്. ചർച്ചകളൊക്കെ നടന്നു. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ ജനങ്ങൾ ആവശ്യപ്പെട്ട, ജനങ്ങൾ ആഗ്രഹിച്ച ഒരു തീരുമാനമാണ് AICC എടുത്തിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന നേരത്തെ ചർച്ചകൾ നടന്നു, പല സമ്മർദ്ദ തന്ത്രങ്ങളും പലരും പയറ്റി. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിനെല്ലാം ഒരു വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് AICC ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം തീരുമാനമല്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾ, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളുടെ തീരുമാനമാണ് AICC എടുത്തിരിക്കുന്നത്. അതിന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്കും, പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, പ്രിയപ്പെട്ട സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കേരളത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ പ്രസ്ഥാനം ഇനിയും വളരുകയുള്ളൂ, ഒരിക്കലും ചെറുതായി പോകില്ല എന്നുള്ളതിന് ഒരു സംശയത്തിന് വിരാമം വിട്ടുകൊണ്ടാണ് ഇന്ന് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, വൈപ്പിൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ അംഗമാണ്. വിവേക് ഹരിദാസ് എല്ലാ പ്രിയപ്പെട്ട നേതാക്കൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസത്തില് ഇവിടെ കാണേണ്ട ഒരു വ്യക്തിയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം വി.ഡി. സതീശന്റെ ഒപ്പമുണ്ട്. ആ ദൃശ്യങ്ങളും നമുക്ക് ഏറെ സന്തോഷം നൽകുന്നതല്ലേ? തീർച്ചയായിട്ടും വി.ഡി. സതീശൻ ഏറ്റവും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എന്നും സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഒരു വർഗീയത പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടും
ആ 8000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട് വർഗീയതയിൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ള തെളിവാണ് വി.ഡി. സതീശൻ എന്ന നേതാവ് നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. മുന്നോട്ടും ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിലും കേരളം അങ്ങനെ തന്നെ ചിന്തിക്കും എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ 25 കൊല്ലം നമ്മുടെ DCC പ്രസിഡന്റ് കൊച്ചിയുടെ MLA ആയി തുടരുമെന്നുള്ള പ്രഖ്യാപനം കൂടി ഞങ്ങൾ ഇവിടെ നടത്തുകയാണ്. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. ഇത് തന്നെയാണ് എറണാകുളം ജില്ലയിൽ എല്ലായിടങ്ങളിലും കാണുന്നതും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഈ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതായിരുന്നു. ഈ വി.ഡി. സതീശന്റെ ഇടതുവശത്തായി തന്നെ അദ്ദേഹവുമുണ്ട്. MLA ആയിട്ട് അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.